ഹായ് ഫ്രണ്ട്സ്, ആദീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ട് ഒരു 3 മാമ്പഴം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ മാമ്പഴത്തിന്റെ സത്ത് മൊത്തം നമുക്ക് കറിയിലേക്ക് വേണം. അതിനായിട്ട് ഇതിന്റെ സൈഡ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മുറിക്കണ്ട, കുറച്ച് ഈ മാങ്ങാണ്ടിയോട് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല, പച്ചമുളകിന്റെ എരിവേ ഉള്ളൂ. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്. ഇതുകൂടി ഇതിലേക്ക് കയറിയിട്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പഴുത്ത മാങ്ങയായത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊന്ന് അടച്ചു വെക്കാം. മാങ്ങ വെന്തിലിട്ട് 5 മിനിറ്റ് എടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതൊരു ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളിയാണെങ്കിൽ 4 or 5 എടുക്കാം. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 അല്ലി കൂടരുത്. ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. 2ആയിട്ട് കീറി വെച്ചേക്കോ. ഒരു 1/4 ടീസ്പൂൺ ജീരകവും ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം. നമ്മൾ അരിഞ്ഞിട്ട മാങ്ങയൊക്കെ ഇത് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അരപ്പ് മൊത്തം ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പഴുത്ത മാമ്പഴക്കറി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. മോരും കൂടെ ഒഴിക്കുന്നതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് കുറുകണം. എന്നിട്ട് വേണം നമുക്ക് മോര് ചേർക്കാൻ. മോര് ഈ സമയത്ത് ചേർത്താൽ പിരിഞ്ഞതുപോലെ കിടക്കും. അതുകൊണ്ട് മോര് ചേർത്തതിന് ശേഷം തിളപ്പിക്കത്തില്ല, ഒന്ന് ചൂടാക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് നല്ലപോലെ തിളച്ച് ഈ അരപ്പൊക്കെ വെന്ത് കുറുകിയതിന് ശേഷം മാത്രം മോരൊഴിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തൈര് ഒന്ന് മോരാക്കി എടുക്കാം. ഒരുപാട് വെള്ളത്തിലല്ല, ജസ്റ്റ് തൈര് ഒന്ന് വിപ്പ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾ മാങ്ങാക്കറിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിയുള്ള സ്റ്റെപ്പ് ചെയ്യണ്ട. ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് കടുക് വറുത്തില്ല. ഞാൻ പുളിശ്ശേരിയാക്കി ചെയ്യുന്നതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മോരൊഴിക്കുമ്പോൾ ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല ചൂട് കാണുന്നതുകൊണ്ട് തിള വരാനേ പാടില്ല. നിങ്ങളുടെ മാമ്പഴത്തിന് നല്ല പുളിയുള്ള മാമ്പഴമാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അല്ല നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര ഇടണ്ട. ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് പോരാങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇളക്കി നല്ലതായിട്ടൊന്ന് ചൂട് കയറാനേ പാടുള്ളൂ. തിളക്കരുത്. തിളച്ചാൽ കറി ഒട്ടും കൊള്ളാതായി പോവും. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുക് വറുത്തിടാം.
ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു. എണ്ണ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കൊച്ചുള്ളിയാണെങ്കിൽ കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, അതാണ് ടേസ്റ്റ്. 2 വറ്റൽമുളകും കൂടെ കീറിക്കും. കരിയാപ്പില ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ കരിയാപ്പില ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉള്ളി മുളകൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരു ഭംഗിക്ക് വേണ്ടി പൊങ്ങിക്കിടക്കാൻ വേണ്ടിയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലെ കരിഞ്ഞു പോകും. ആ എണ്ണയ്ക്കകത്ത് കിടന്നതിന് മൂട്ടാൽ മതി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ കുറച്ചിട്ടത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം മാമ്പഴക്കാലൊക്കെ കഴിയാറായെന്നറിയാം. എങ്കിലും മാമ്പഴ കുറച്ചെങ്കിലും വീട്ടിലുള്ളവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, കൂട്ടുകാർക്കായി ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. ടാറ്റ, ബൈ ബൈ.